ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഫോണിൽ കൂടെ ഭീഷണി. നീ ദിലീപിനെതിരെ സംസാരിക്കുമോടി എന്നാണ് ആദ്യം ആ വ്യക്തി ചോദിച്ചത്. അതിന് മറുപടിയായി ഭാഗ്യലക്ഷ്മി ഞാൻ ഇനിയും ദിലീപിനെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് ആ വ്യക്തി പറഞ്ഞതെന്നാണ് മാധ്യമങ്ങളോട് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറി വാക്കുകളാണ് ഭാഗ്യലക്ഷ്മിയെ ആ വ്യക്തി വിളിച്ചത്. തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടല്ല, വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പണിക്കാരെല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ നമ്മുടെ സംസ്കാരം അതിന് അനുവദിക്കാത്ത കാരണം ഞാൻ തെറിയൊന്നും പറഞ്ഞില്ല, ഫോൺ വേഗം കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 19 സെക്കൻഡ് നീണ്ടു നിന്നു സംസാരം. അതിനുശേഷം സൗദി അറേബ്യ എന്നാ തോന്നുന്നു, അങ്ങനെ കുറേ കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല, ഫോൺ കട്ട് ചെയ്തു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കംപ്ലൈൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ വന്നത്. പക്ഷേ എനിക്കതിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവരതത്ര കാര്യമായിട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ അവർ അത് ബംഗ്ലാദേശിൽ നിന്നോ അങ്ങനെ അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ഉള്ളൊരു കോളാണെന്ന് പറഞ്ഞാൽ അതോടുകൂടെ നിർത്തി, കാര്യമായിട്ട് അന്വേഷിച്ചില്ല. അതുകൊണ്ട് ഇതിലും എന്താവും കാര്യം എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ കടമ ഞാൻ കൊടുക്കണു, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നിങ്ങൾക്ക് വല്ല ഇതും തോന്നുന്നുണ്ടോ എന്ന് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട്, തീർച്ചയായും ഇതിന് പിന്നിൽ ദിലീപ് തന്നെയാണ്. കൊട്ടേഷൻ കൊടുക്കാൻ വലിയ മിടുക്കനാണല്ലോ, അതുകൊണ്ട് ദിലീപ് തന്നെയാണ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിലാണ് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം എന്തിനും ഏതിനും ദിലീപിൻ്റെ മേലെ ഈ ഭാഗ്യലക്ഷ്മി കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനിയും ദിലീപ് ഇതിനൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്നത് തോന്നുന്നുണ്ടോ? കാരണം ഇതെല്ലാം കൊണ്ടേ മടുത്തിരിക്കുകയാണ് ദിലീപ്. ഇനി വീണ്ടും ഈ സ്ത്രീക്ക് നേരെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരിക്കലും തോന്നുന്നില്ല. 1% പോലും ആർക്കും തോന്നുന്നില്ല. കാരണം ഇവര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഓവറായിട്ട് അതിജീവിതയ്ക്ക് വേണ്ടി വല്ലാതെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിജീവിതയ്ക്കടക്കം ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുമോ ഇവരെന്ന് സംശയം തോന്നുകയാണ്. കാരണം ആ പെൺകുട്ടിയെ അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതിനെ ജീവിക്കാൻ വിടൂ. വെറുതെ അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണം, അതിജീവിതയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം, വേറെ പൊട്ടിക്കറിയുക അങ്ങനെ എങ്ങനെ. ആ കുട്ടിക്ക് ഒരു സമാധാനം കൊടുക്കണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ കേസ് വന്നു കഴിഞ്ഞു, ഇനി നമ്മൾ അപ്പീൽ കൊടുക്കുക. അതുവരെ കുറച്ചു കാലം മിണ്ടാതിരുന്നൂടെ? ആ കുട്ടി കുറച്ച് സമാധാനമായി ഇരിക്കട്ടെ. വീണ്ടും വീണ്ടും അതിനെങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇത് കേൾക്കുന്നവരും അതിന് ആ പണ്ടത്തെ ഓർമ്മകൾ വരികയാണ്. വീണ്ടും എന്തിനാ അതിനെ എങ്ങനെ എന്താ പറയുക മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗ്യലക്ഷ്മി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഈ 8-ാം തീയതിക്ക് ശേഷം എവിടെ നോക്കിയാലും ഭാഗ്യലക്ഷ്മി ദിലീപാണ് ഇത് ചെയ്തത്, ദിലീപ് പൈസ കൊടുത്ത് ചെയ്തു, അങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് ഈ സ്ത്രീ കൂടുതൽ വിമർശിക്കുന്നത്. കാരണം ഞാൻ എല്ലാ അതിജീവിതയുടെ ഒപ്പമാണ്, അല്ലാതെ ദിലീപിൻ്റെ ഒപ്പമല്ല. പക്ഷെ ഈ കൊട്ടേഷൻ ഈ സ്ത്രീക്ക് മേലെയും എന്താണ് വധഭീഷണി, ഫോണിൽ കൂടെ ഭീഷണി നടത്താൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിൽ അത്ര ശരിയായി തോന്നിയില്ല. കാരണം ഒരിക്കലും ദിലീപ് ഇനി അത് ചെയ്യുന്നു തോന്നുന്നില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരാളെ തന്നെ ഇല്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി മുഴുവൻ വരുന്നത് ആ അതിജീവിതയ്ക്കാണ്. അതിജീവിതയുടെ മേലെയാണ് ഇനി പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുമ്പോൾ. ദിലീപ് അവിടെ ഒരു പ്രശ്നമില്ലാതെ നടക്കണമുണ്ട്. അതിജീവിതയ്ക്ക് ഇനി കൂടുതലൊരു സമാധാനക്കേടില്ലാതെ ഈ സ്ത്രീ ഇനിയെങ്കിലും കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ശരിയാണ്, ഈ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് വധഭീഷണി ഫോണിൽ കൂടെ വധഭീഷണി അല്ല, ഇങ്ങനെ ഒരു ഭീഷണി ഫോണിൽ കൂടെ വന്നതിൻ്റെ പേരിൽ തീർച്ചയായും പോലീസ് ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അത് ദിലീപിൻ്റെ മേലെ പോവും. അത് കഴിഞ്ഞിട്ട് പറയട്ടെ, ദിലീപ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വന്ന് പറയട്ടെ ഞാനല്ല ഇത് ചെയ്തത് എന്ന്. എന്തിനു ചെയ്യാത്ത കാര്യത്തിന് അദ്ദേഹം വന്ന് വെറുതെ എന്തിനിങ്ങനെ പറയേണ്ട ആവശ്യം? ദിലീപ് വന്നിട്ട് ഞാനല്ല ഭാഗ്യലക്ഷ്മിക്ക്, അയാളല്ലല്ലോ, അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സ്ത്രീക്ക് മേലെ കൊട്ടേഷൻ കൊടുക്കാൻ അത്രയ്ക്കും വിവരമില്ലാത്തവനാണ് ദിലീപ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഈ സ്ത്രീ കുറച്ച് ഓവറായിട്ട് വല്ലാതെ കരയല് വല്ലാതെ കാണിക്കുന്നുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിലീപിൻ്റെ രാമലീലയിൽ ഡബ്ബ് ചെയ്ത് വന്ന ആളാണ്. അത്രയ്ക്കും അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നെങ്കിൽ അന്നേ അത് ബഹിഷ്കരിക്കണമായിരുന്നു. അന്ന് ദിലീപ് കുറ്റക്കാരനായിരുന്നു. ഇന്ന് കുറ്റവിമുക്തനാണെന്നെങ്കിലും പറയാം. എന്തായാലും പോലീസ് ഇതൊന്ന് വേഗം കണ്ടുപിടിക്കുക തന്നെ വേണം. കാരണം അതാണ് എല്ലാവർക്കും നല്ലത്. ഇനിയെങ്കിലും ഭാഗ്യലക്ഷ്മി ചേച്ചി, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ, കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുമോ?
കേസിൻ്റെ വഴിക്ക് പോട്ടെ, അതിജീവിതയെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിജീവിതയുടെ ജീവിതം കൂടി എന്താ നമ്മൾ പറയുക, അത്രയ്ക്കും മോശമായി പിച്ചി ചീന്തി കൊടുക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. അല്ലാതെ അതിനെ സ്നേഹിക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹിക്കുകയാണെങ്കിൽ കുറച്ച് സൈലൻ്റ് ആയിരിക്കൂ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്